നമസ്കാരം പ്രിയമുള്ളവരെ, നമ്മളുടെ സംസ്ഥാനത്ത് എല്ലാവരും കാത്തിരുന്ന ക്ഷേമ പെൻഷന്റെ വിതരണം ഇന്നു മുതൽ, അതായത് ഡിസംബർ 15 തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുന്നതായിട്ട് സംസ്ഥാന സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. അതായത് ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് പെൻഷൻ വിതരണത്തിന്റെ തീയതികളാണ് എന്നർത്ഥം. എല്ലാവരും കാത്തിരുന്ന 63 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾ കാത്തിരുന്ന ആ പ്രധാനപ്പെട്ട അറിയിപ്പാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. 1055 കോടി രൂപയ്ക്ക് മുകളിലാണ് ഈ ഒരു വിതരണത്തിന് വേണ്ടി ഇപ്പോൾ ധനവകുപ്പ് അനുവദിക്കുകയും ചെയ്തിട്ടുള്ളത്. മുൻപ് തന്നെ തുകയെല്ലാം അനുവദിച്ച് അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിരുന്നു. ക്രിസ്തുമസ് പുതുവത്സരം പ്രമാണിച്ച് അതിനു മുൻപ് തന്നെ ആനുകൂല്യം നൽകുന്നതിന് വേണ്ടി സർക്കാർ പ്രത്യേകമായിട്ട് ഡിസംബർ 15 തീയതി തിരഞ്ഞെടുക്കുകയുമായിരുന്നു. ഇപ്പോൾ ഈ വിതരണം ഇന്ന് തന്നെ ആരംഭിക്കുന്നതായിട്ടാണ് ഇപ്പോൾ ധനവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് അറിയിപ്പ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ വൈകുന്നേരത്തോടെയോ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വിതരണ നടപടികൾക്ക് തുടക്കം കുറിക്കും. 2000 രൂപ വീതമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. നവംബർ മാസം മുതലാണ് വർദ്ധിപ്പിച്ച പെൻഷൻ്റെ വിതരണം ആരംഭിച്ചിട്ടുള്ളത്. നവംബറിൽ ആ രീതിയിൽ വിതരണം കിട്ടി. ഇനി ഡിസംബർ ഈ മാസവും ഈ രീതിയിലായിരിക്കും വിതരണം നടക്കുക. അതുമാത്രമല്ല, നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് 1600 രൂപ കൂടി വിതരണമുണ്ട്. അവർക്ക് കഴിഞ്ഞ ആഴ്ചകളിൽ 2 ഗഡുക്കൾ ലഭിച്ചിരുന്നു. അങ്ങനെ 3200. ഈ ഒരു ഗഡു കൂടി അവർക്ക് ലഭിക്കുമ്പോൾ 4800 രൂപ ഡിസംബർ മാസം ലഭിച്ചതായിട്ടാണ് ഇപ്പോൾ നിലവിലുള്ള വിവരം. അപ്പോൾ ഡിസംബറിൽ 15 തീയതി അവർക്ക് 3ാമത്തെ ഗഡുവിൻ്റെ വിതരണം ആരംഭിക്കുന്നതാണ്. ഇനി സംസ്ഥാനത്തെ മറ്റുള്ള പെൻഷൻ വിഭാഗത്തിൽ, അതായത് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി ആനുകൂല്യങ്ങൾ, കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യം, അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ, ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ വാങ്ങുന്നവർക്ക് ഇവർക്കെല്ലാം തന്നെ വർദ്ധിപ്പിച്ച പെൻഷനായിട്ടുള്ള 2000 രൂപയുടെ ആനുകൂല്യമാണ് വിതരണം ചെയ്യുക. ഇത്തരത്തിൽ പെൻഷൻ വിതരണം നമ്മുടെ സംസ്ഥാനത്ത് നടത്തപ്പെടുമ്പോൾ ഈ ഒരു 2000 രൂപ നമുക്ക് ലഭിക്കുമ്പോൾ തീർച്ചയായിട്ടും 3 പ്രധാന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം, എല്ലാവർക്കും ഇതേ നിരക്കിലല്ല ആനുകൂല്യം എത്തിച്ചേരുക. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ ലഭിക്കുന്ന നിരവധി ഗുണഭോക്താക്കളുണ്ട്. അവർക്ക് കേന്ദ്ര വിഹിതമായിട്ടുള്ള തുക അത് പരമാവധി 500 രൂപ വരെ കുറഞ്ഞായിരിക്കും അക്കൗണ്ടിലേക്ക് എത്തുക. അത് നൽകേണ്ടത് കേന്ദ്ര സർക്കാരാണ്. പക്ഷേ അതിനുള്ള തുകയും സംസ്ഥാന സർക്കാർ അനുവദിച്ച് കേന്ദ്ര സർക്കാരിലേക്ക് കൈമാറിയിട്ടുണ്ട്. അത് ഈ സംസ്ഥാനത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ജീവനക്കാരും ഈ വിതരണ നടപടികൾക്ക് തുടക്കം കുറിക്കും. അതിനുശേഷം 1-2 ദിവസത്തിനുള്ളിൽ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതവും നമ്മളുടെ അക്കൗണ്ടിലേക്ക്, അതായത് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ടിലേക്കാണ് ആ തുക എത്തിച്ചേരുന്നത്. അത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളുടെ സംസ്ഥാനത്ത് 8 ലക്ഷത്തിനടുത്ത് ഗുണഭോക്താക്കൾക്ക് ആ രീതിയിലായിരിക്കും പെൻഷൻ ലഭിക്കുന്നത്. ഇനി മറ്റുള്ള പെൻഷൻ വിഭാഗങ്ങൾക്ക്, അതായത് 2000 രൂപ വരെ പൂർണ്ണമായിട്ടും ലഭിക്കുന്നവർക്ക് സംസ്ഥാന വിഹിതമായിട്ട് അത്രയും തുക തന്നെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ്. ഇനി രണ്ടാമതായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, പെൻഷൻ വിതരണം 2 രീതിയിലാണ് നടക്കുക. ഒന്ന് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതും മറ്റൊന്ന് വൈയായികയുള്ള വ്യക്തികളുണ്ട് അവർക്ക് വീടുകളിലേക്ക് തുക എത്തിക്കുന്ന രീതിയുമാണ് നിലവിലുള്ളത്. ആദ്യഘട്ടത്തിൽ ആരംഭിക്കുന്നത് ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തിക്കുന്ന രീതിയായിരിക്കും. അതായത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ, ഒരേ സമയത്ത് തന്നെ പല അക്കൗണ്ടിലേക്കും തുക എത്തിച്ചേരുന്ന ഒരു ക്രമീകരണമാണിത്. ഇനി കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്ക് 1-2 ദിവസം കൂടി താമസിക്കും. കാരണം സഹകരണ ബാങ്കിലേക്ക് തുക എത്തിയ ശേഷം അവിടുത്തെ ജീവനക്കാർ ഇത് കൃത്യമായിട്ട് ഓരോ അഡ്രസ്സിലും നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലായതുകൊണ്ട് ആ കാര്യങ്ങൾ കൂടി തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഇനി അത് മാത്രമല്ല, പെൻഷൻ വിതരണത്തിൻ്റെ തീയതികൾ, അതായത് ക്രിസ്തുമസിന് മുൻപ് വിതരണം പൂർത്തിയാക്കുന്ന രീതിയിലാണ് ക്രമീകരണം ചെയ്തിട്ടുള്ളത്. ഇന്ന് ലഭിച്ചില്ല എന്ന് കരുതി ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. 25 തീയതിക്ക് മുൻപ്, അതായത് 24 തീയതിയോടെ തന്നെ വിതരണം പൂർത്തിയാക്കും. എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും തുകയെത്തിയെന്ന് സർക്കാർ ഉറപ്പാക്കുകയും ചെയ്യും. ഇനി ഏതെങ്കിലും കാരണവശാൽ വിതരണം തടസ്സപ്പെടുകയാണെങ്കിൽ മാത്രമാണ് അത് സർക്കാരിലേക്ക് തിരികെ പോകുന്നത്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കുക. പെൻഷൻ വാങ്ങുന്നവർ ഇടയ്ക്കൊന്ന് സ്റ്റാറ്റസ് പരിശോധിച്ചാൽ, സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ തന്നെ പെൻഷൻ കൈമാറിയിട്ടുണ്ടെങ്കിൽ, സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വിതരണം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെ കാണാൻ സാധിക്കും. അതായത് തുക ബാങ്കിന് കൈമാറി എന്നുള്ള ഒരു അറിയിപ്പ്. അപ്പോൾ അങ്ങനെ കാണുകയാണെങ്കിൽ വിതരണം തുടങ്ങിയെന്നാണ് അർത്ഥം. വളരെ വൈകാതെ നമ്മുടെ അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരുമെന്നാണ് അതിൻ്റെയൊക്കെ ഒരു അർത്ഥം. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഇടയ്ക്കിടയ്ക്ക് സ്റ്റാറ്റസ് പരിശോധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.